Oh, he's the villain of the movie. Hello everyone, welcome back to my channel, Satnam Movies Reaction. So guys, today I'm going to react on the second part of L2 and Quran. But if you came here for the first time, hi, I'm Satnam. I do reaction on movie scenes. If you're interested in this kind of video, please do consider subscribing. Also follow me on Instagram, link in the description box. But for now, let's start. നിർത്താതെ മഴ പെയ്ത വർഷം നീളെ കറണ്ട് കാണുമെന്ന നമ്മളെയൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിരുന്നത്. ഇപ്പൊ മഴ വന്ന കറണ്ട് കാറ്റ് കൊണ്ടുപോകും, വീട് മഴവെള്ളവും. ഇതൊന്നും പോരാഞ്ഞ് ഡെമോക്ലസിന്റെ വാള് പോലൊരു ഡാം ഇളവപ്പാതി കൂടി വന്ന ഡാമ ചുറ്റി മതിൽ കെട്ടുന്നുണ്ടല്ലോ നമ്മുടെ സിഎം. അത് കഴിഞ്ഞാൽ പിന്നെ പേടിക്കണ്ടല്ലോ. ചുറ്റുമതിൽ കൃഷ്ണനുണ്ടായിരുന്ന പറഞ്ഞു തന്നിനെ കുറെ പിന്നാമ്പുറം കഥകൾ. ആ ചെക്ക് ഡാം പദ്ധതിയെ പറ്റി ഗോവർദ്ധനില്ലേ മോളെ? അകത്തുണ്ട് ഫാദർ, എന്തോ കാര്യമായിട്ടുള്ള റിസർച്ചിലാ. ഹലോ കാർത്തിക്, ഞാൻ കുറെ പ്രാവശ്യം വിളിച്ചിരുന്നു, കിട്ടിയില്ല. പറയൂ ഗോവർദ്ധൻ, ഞാൻ ഫ്ലൈറ്റിലായിരുന്നു, ഇപ്പൊ ലാൻഡ് ചെയ്തു. കാർത്തിക്, എനിക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യം അറിയാനുണ്ടായിരുന്നു. കുറച്ച് നാളായിട്ട് ഡാർക്ക് വെബിൽ കറങ്ങിയെടുക്കുന്ന റൂമറെ കുറിച്ചാണ്. ഈ ബൽദേവ്, ബൽദേവിന് എന്താണ് കേരളത്തിൽ പെട്ടെന്നൊരു ഇൻട്രസ്റ്റ്? വാട്ട് ഗോവർദ്ധൻ, തന്റെ ഈ ബാറ്റ്മാൻ വിജിലാന്റിസത്തിന് കൂടെ പിടിക്കാനുള്ള റോബിൻ അല്ല ഞാൻ. സെൻട്രൽ IB-യിലെ ഒരു എക്സിക്യൂട്ടീവ് ആണ്. ഹോപ്പ് യു റിമെമ്പർ ദാറ്റ്. തന്നോട് ഞാനൊരു കാര്യം ആവശ്യപ്പെട്ടിരുന്നല്ലോ, അതെന്തായി? സ്റ്റീഫൻ, വെരി സീ നൗ? സ്റ്റീഫനെ കുറിച്ച് തനിക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ കണ്ടെത്താൻ പറ്റുമോ? യെസ്, ഐ എം ഓൺ ഇറ്റ് കാർത്തിക്. ഐ അഷ്യൂർ യു, എത്രയും പെട്ടെന്ന് ഐ വിൽ ഫൈൻഡ് സംതിങ്. എന്തെങ്കിലും അറിഞ്ഞാൽ ഉടനെ അപ്പം തന്നെ ഞാൻ കാർത്തിക്കിനെ വിളിച്ചു പറഞ്ഞു. യു വിൽ ബി ദ ഫസ്റ്റ് പേഴ്സൺ ടു നോ. ബട്ട് കാർത്തിക്, ദിസ് ഇമ്പോർട്ടൻറ്റ്. എനിക്കറിയണം, എന്താണ് ബൽദേവിന് പെട്ടെന്ന് കേരളത്തിലൊരു താല്പര്യം? അയാൾ ഇങ്ങോട്ട് വരുന്നു കേൾക്കുന്നു. എന്തിന്? ലെറ്റ് മീ സീ, ഞാനൊന്ന് അന്വേഷിക്കട്ടെ. എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയാൽ ഐ ഇൻഫോം യു. പിന്നെ ഗോവർദ്ധൻ, ഐ ഹോപ്പ് യു നോ, ഇപ്പൊ സാറ്റലൈറ്റ് ഫോൺസും സർവൈലൻസ് സ്കാനിൽ പെടും. ഡോണ്ട് വറി കാർത്തിക്, ഇത് 1990 ഒറിജിനൽ റെഡി മോഡലാണ്. ഒരു മോഡേൺ സർവൈലൻസ് സിസ്റ്റത്തിന് ഇത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല. താനിങ്ങനെ ആന്തപ്പനെ പോലെ തൊട്ടേനും പിടിച്ചതിനൊക്കെ രാജിക്കത്തോട്ട് വന്നാണ്. വർമ്മ സാറേ, 10-35 കൊല്ലമായിട്ട് കതറിടുന്ന ഒരാളാണ് ഞാൻ. ഈ കതറിട്ട് വരുന്നവരെല്ലാം വരുമ്പോഴേ പഠിച്ചു വരുന്ന ഒരു കലയുണ്ട്, കാര്യങ്ങൾ വളച്ചു പറയുക. എനിക്കത് വശമില്ല, അതുകൊണ്ട് തെളിച്ചു തന്നെ അങ്ങ് പറയാം. IUF-നെ ജതിൻ രാംദാസിന്റെ കയ്യിലേൽപ്പിച്ചിട്ട് സ്റ്റീഫൻ നെടുമ്പള്ളി എങ്ങോട്ടോ പോയപ്പോ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ഈ പാർട്ടിയും ഈ നാടും ശരിയായ ദിശയിലേക്ക് നയിക്കപ്പെടുമെന്ന്. പക്ഷെ എനിക്ക് തെറ്റി. വിമൽ നായർ ഈ പാർട്ടിയെ എങ്ങോട്ടെത്തിക്കുമായിരുന്നോ അങ്ങോട്ട് തന്നെയാണ് നമ്മുടെ പോക്ക്. NPTV ഒഴിച്ച് ഈ നാട്ടിലെ എല്ലാ ചാനലുകളും കഴിഞ്ഞ കുറെ നാളായി വിളമ്പുന്നത് ജതിൻ രാംദാസിന്റെ അഴിമതി കഥകളാണ്. നെടുമ്പള്ളിയിലെ പുതിയ ചെക്ക് ഡാമിന്റെ പേരിൽ കൊറിയൻ കമ്പനിയിൽ നിന്ന് കൈപ്പറ്റിയ കമ്മീഷന്റെ കഥ കൂടി ജനം അറിയുന്നതിന് മുമ്പ് ഈ പടിയിറങ്ങുന്നതാണ് നല്ലതെന്ന് തോന്നി. മതിയായി. അയാളെ കുറ്റം പറയാൻ പറ്റുമോ സാറേ? ഇതിപ്പോ ഒരു രാജഭരണം പോലെ ആയല്ലേ. ജതിൻ രാമദാസ് പറയുമ്പോ കേട്ടോണം, അവൻ പറയുന്നത് മാത്രമേ കേൾക്കാവൂ. പറയുന്നതെല്ലാം വെള്ളം തൊടാൻ നമ്മൾ അങ്ങ് വിഴുകുകയും വേണം. PKR-ന്റെ കാലത്ത് IUF-ൽ പ്രാഥമിക അംഗത്വമുള്ള ഒരുത്തന് പോലും അറിയാമായിരുന്നു PKR എന്താണ് പറയാൻ പോകുന്നതെന്നും ചെയ്യാൻ പോകുന്നത്. നയമിട്ട ഒരു കളിയും PKR കളിച്ചിട്ട് ഒരുമാതിരി. ഇവ അങ്ങേരുടെ മോൻ തന്നെ. വർമ്മ സാറിന് ഇക്കാര്യത്തിലൊന്നും പറയാനില്ലേ? ജതിൻ രാമദാസ് IUF-ന്റെ പാർട്ടി നേതാവും ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയുമാണ്. അങ്ങനെ ഒരാളെ അവൻ ഇവൻ എന്നൊക്കെ വിളിച്ചല്ല അഭിസംബോധന ചെയ്യേണ്ടത്, കേട്ടോ? ഓ, ഇതാണ് IUF. ഇപ്പൊ അവരച്ഛനും മക്കളും നമ്മുടെ നായിന്റെ മക്കളും. വിഷമം അതല്ല, RPIM മേടയിലാനും ഇതൊരു വലിയ ഇന്ധനമാക്കും. നാളെയല്ലേ പാർട്ടി സമ്മേളനം, ഡാൻസ് റിഹേഴ്സലായിരിക്കും. വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവന് പിള്ളക്കൊഴുപ്പ് കൂടുന്നില്ല. അത്യാവശ്യം ഹവാല ഇടപാടുകളുണ്ട്. കമ്മീഷൻ വാങ്ങിയ സ്ഥിതിക്ക് ഇനി നെടുമ്പള്ളിയിൽ ചെക്കിടാൻ പണിയാതിരിക്കാൻ പറ്റത്തുമില്ല. പക്ഷേ താൻ പറയുന്ന പോലെ എന്തെങ്കിലും കടുകയും കാണിക്കും. IUF-നൊരു തട്ട് കിട്ടുന്നത് നമുക്ക് നല്ലതാണെങ്കിലും അതേതരത്വത്തിന്റെ ആകപ്പാടെയുള്ള ഒരു കച്ചിത്തുരുമ്പ്. എന്റെ പൊന്നു സഖാവി, ഈ പറയുന്ന ദുഃഖമൊന്നും സഖാവില്ലെന്ന് എനിക്കും അറിയാം, സഖാവിനും അറിയാം. നമുക്ക് വേണ്ട നല്ലൊരു ഇന്ന നല്ല നാളേക്ക് പിന്നെ. അല്ല, രാംദാസിന്റെ മകൾക്ക് ഇതിൽ അഭിപ്രായമൊന്നുമില്ലേ? അമ്മയില്ലാതെ അച്ഛൻ മാത്രം വളർത്തിയ ഒരു കുട്ടിയാണ് ഞാൻ. ആ ഒരു സോളിറ്റ്യൂഡ് എന്നെ പല പാഠങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട്. പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട രീതിയിൽ
പറയേണ്ട സമയത്ത് തന്നെ പറഞ്ഞില്ലെങ്കിൽ ഒരു പെണ്ണിന്, ഒരു സ്ത്രീക്ക് അവൾ ജീവിച്ചിരുന്നു എന്ന് അടയാളപ്പെടുത്താൻ ചിലപ്പോൾ കഴിയാതെ പോകും. സ്ത്രീകൾ സംസാരിക്കേണ്ട കാലമാണിത്. സ്ത്രീകളാൽ അടയാളപ്പെടേണ്ട കാലഘട്ടമാണ് ഈ DET ഇവന്റ് ഓൺ വിമൻസ് റെനേസാൻസ്. ഇത് ഇനോഗ്രേറ്റ് ചെയ്യാൻ പറ്റിയ ആള് ഞാൻ തന്നെയാണോ എന്നെനിക്കറിയില്ല. ആണെന്ന് നിങ്ങൾ പറഞ്ഞു, ഞാൻ വന്നു. താങ്ക് യു ആൻഡ് വിഷിംഗ് എവറി സിംഗിൾ വൺ ഓഫ് യു ഓൾ ദ ബെസ്റ്റ്. സ്ത്രീകൾ സംസാരിക്കേണ്ട കാലമാണിത്. എഴുതി തന്നത് ഞാനായതുകൊണ്ട് വേർഡിങ്സിന്റെ ക്രെഡിറ്റ് ഞാൻ എടുക്കും. പക്ഷെ അമ്മയുടെ മോഡുലേഷൻ തീരെ ശരിയായില്ല. പഞ്ച് ഡയലോഗ്സ് പറയുമ്പോൾ കുറച്ചൊരു കോൺഫിഡൻസ് വേണ്ടേ അമ്മ? അപ്പൂപ്പനെ പോലെ. ഈവൻ ജതിന്റെ സ്പീച്ച് കേട്ടിട്ടില്ലേ? ഹലോ അരുന്ധതി. മാം, CMന്റെ നാളത്തെ പബ്ലിക് മീറ്റിംഗിന്റെ അജണ്ട എന്താണെന്ന് എന്തെങ്കിലും ഇൻഫോർമേറ്റീവ് സർക്കിൾസിലും മീഡിയയിലും പല റൂമേഴ്സും കറങ്ങി നടക്കുന്നുണ്ട്. അതൊന്ന് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഞങ്ങളുടെ ടീമിനൊന്ന് പ്രിപ്പയർ ചെയ്യായിരുന്നു. എനിക്കറിയില്ല അരുന്ധതി. ഇതൊക്കെ ജതിനോട് തന്നെ ചോദിക്കുന്നതാ നല്ലത്. ഓ, ഓക്കെ മാം. ഷീ ഹാസ് നോ ക്ലൂ. അടുത്തതായി നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ സജനേന്ദ്രൻ ജിയെ നിങ്ങളോട് സംസാരിക്കാനായി ക്ഷണിച്ചുകൊള്ളു. അഖണ്ഡ ശക്തി മോർച്ചയെ നോക്കി ഇത്രനാൾ ചിരിച്ചവർ, ഇത്രനാൾ കൂവിയവർ, ഈ കേരള ദേശത്ത് അഖണ്ഡ ശക്തി മോർച്ചയുടെ കീർത്തിവാൾ കൊടികൾ ഉയർന്നു പാറില്ല എന്ന് പറഞ്ഞ രാജ്യദ്രോഹികൾ, അവരുടെ വാക്കുകൾ ചവച്ചു വിഴുങ്ങുന്ന പകലുകളാണ് നാളെ മുതൽ നമ്മൾ കാണാൻ പോകും. കഴിഞ്ഞ തവണ കേരള നിയമസഭ 25 സീറ്റ് ഞങ്ങൾ കൊയ്യുമെന്ന് പറഞ്ഞപ്പോൾ, കേരളം ഞങ്ങൾ പറയുന്ന ആൾ ഭരിക്കുമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ, പിന്നിൽ നിന്ന് കുത്തി അത് ഇല്ലാതാക്കിയവരുടെയും യൂട്യൂബിന്റെയും ഫേസ്ബുക്കിന്റെയും ചുമരുകൾക്ക് പിന്നിലിരുന്നു കൊണ്ട് ട്രോളും മീമുമിട്ട് നമ്മളെ നോക്കി കാറി ചിരിച്ചവരുടെയും ചിരി ഉടൻ തന്നെ ഈ രാത്രി പോലെ കറുക്കും. കേരളത്തിലെ കപട മതേതരവാദികൾ ഞെട്ടിത്തരിക്കാൻ പോകുന്ന ഒരു വാർത്ത നമ്മൾ ഉടൻ തന്നെ കേൾക്കും. Hi, Jitin. Hey, hi. How are you? I'm good. എന്തായി നിന്റെ കൊളംബിയ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ? Apply ചെയ്തിട്ടുണ്ട്. Waiting. Fingers crossed. I'm sure you'll get through. I hope so. You guys talk. എനിക്ക് 1-2 മെയിൽ അയക്കാനുണ്ട്. ഒഫീഷ്യൽ റെസിഡൻസിലേക്കുള്ള വഴിയൊക്കെ CMന് ഇപ്പോഴും ഓർമ്മയുണ്ടോ? നെടുമ്പള്ളിയിൽ ആക്റ്റീവ് ആണ് അല്ലേ? അച്ഛനെ PKR ആക്കിയ നാടല്ലേ. അവർ വിളിച്ചു, ഞാൻ പോകാവുന്നേറ്റു. അത്രേ ഉള്ളൂ. ഇത് എനിക്കും പാർട്ടിക്കും എതിരെയുള്ള മാവോയിസ്റ്റ് സപ്പോർട്ടുള്ള ഒരു നീക്കമാണെന്ന് ചേച്ചിക്ക് അറിയാമോ? അതെനിക്കറിയില്ല. പക്ഷെ അവര് പറയുന്നതിൽ കാര്യമുണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ നീയും എനിക്ക് അഗൻസ്റ്റ് ആണ്. നീ ഇരിക്ക്, ഞാൻ കോഫി എടുക്കാം. എനിക്ക് അല്പം തിരക്കുണ്ട്, പോയിട്ട് കുറച്ച് മീറ്റിംഗ്സ് ഉള്ളത്. ഒരു CMന്റെ തിരക്ക് ആദ്യമായിട്ടല്ല ഞാൻ കാണുന്നത്. എന്നു മുതലായി ഹാബിറ്റ്? പണ്ട് കോളേജിൽ സ്മോക്കിംഗ് ഉണ്ടായിരുന്നു, ഇടയ്ക്ക് നിർത്തി, ഇപ്പൊ വീണ്ടും തുടങ്ങി. ജാക്ലിൻ, We moved on. ഞാൻ വന്ന കാര്യം പറയാം. നാളെ ഞാനൊരു വലിയ അനൗൺസ്മെന്റ് നടത്താൻ പോവാണ്. എന്താണെന്ന് ഇപ്പൊ ചോദിക്കരുത്. അതെന്തായാലും അതിനെതിരെ ആര് പ്രതികരിച്ചാലും ചേച്ചിയുടെ ഭാഗത്തുനിന്ന് പബ്ലിക്കായ ഒരു കമന്റ് ഉണ്ടാവരുത്. നീ എടുക്കുന്ന തീരുമാനം എന്തായാലും PKR രാഷ്ട്രീയത്തിൽ പാലിച്ചിരുന്ന ചില ബേസിക് പ്രിൻസിപ്പിൾ അതിനെതിരല്ലാത്തടത്തോളം കാലം ഞാനൊന്നും പറയില്ല. പ്രിൻസിപ്പിൾസ്, സമത്വം, സാഹോദര്യം, മതേതരത്വം. ചേച്ചി, കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഞാൻ പഠിച്ച ഒരു പാഠമുണ്ട്. ഇവിടെ ഒരു മതമൈത്രി ഒരുത്തനും ആഗ്രഹിക്കുന്നില്ല. അവസരം കിട്ടുമ്പോഴൊക്കെ മതങ്ങളെ തമ്മിലടിപ്പിക്കാനോ സെക്യുലറിസത്തിന്റെ പേരിൽ മതങ്ങളെ പ്രീണിപ്പിക്കുവാനുമാണ് അച്ഛൻ അടക്കമുള്ള എല്ലാ രാഷ്ട്രീയക്കാരും ശ്രമിച്ചിട്ടുള്ളത്. Why do you still hate him so much? ഒരു മകൻ സ്വന്തം അച്ഛന്റെ ചിത കൊളുത്താൻ വന്നില്ലെങ്കിൽ അതിന് 2 കാരണങ്ങളുണ്ടാവും. ഒന്ന്, the father hated his son.
2, ദ സൺ ഹേറ്റ്സ് ഹിസ് ഫാദർ. ഇവിടെ രണ്ടുമുണ്ട്. വേറെ ആരൊക്കെയോ പറയുന്നത് കേട്ട് അനുസരിക്കാൻ വേണ്ടി മാത്രം പേരിനൊരു മുഖ്യമന്ത്രി കസേരയിൽ ആജീവനാന്തകാലം ഇരുന്നോളാന്ന് ഞാൻ ആർക്കും വാക്കുകൊടുത്തിട്ടില്ല. PK രാംദാസിന്റെ ലെഗസിയുടെ ഭാഗമാണ് ഞാൻ എന്ന് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. സോ നൗ ഐ എം ഗോയിങ് ടു ക്രിയേറ്റ് മൈ ഓൺ. അല്ല എത്തിയേട്ടാ. Oh, this boy was there, yeah. Oh, same stage. നമസ്കാരം. 5 വർഷങ്ങൾക്ക് മുമ്പ് PK രാംദാസിന്റെ മകൻ എന്ന ഏക മേൽവിലാസത്തിലാണ് ഈ പാർട്ടിയുടെ നേതൃസ്ഥാനം ഞാൻ ഏറ്റെടുത്തത്. അന്ന് ഞാൻ നിങ്ങൾക്ക് തന്നൊരു വാക്കുണ്ട്. വരാൻ പോകുന്ന ഇലക്ഷനിൽ IUF ജയിക്കുമെന്ന്, നമ്മൾ ജയിക്കുമെന്ന്. ആ വാക്ക് ഞാൻ പാലിച്ചു. പക്ഷേ ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ ഞാൻ ഇരിക്കുന്ന ദിവസം തൊട്ടാണ് യഥാർത്ഥ പരീക്ഷണം തുടങ്ങുന്നതെന്ന് അന്ന് ഞാൻ തിരിച്ചറിഞ്ഞിരുന്നില്ല. PK രാംദാസ് ബാക്കി വെച്ചിട്ട് പോയ ഈ യുദ്ധത്തിൽ ഈ പാർട്ടിയെയും ഈ സംസ്ഥാനത്തിനെയും നിരന്തരം തളർത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് മുന്നിൽ നിന്ന് പൊരുതിയ ശത്രുക്കളായിരുന്നു. എനിക്ക് പിന്നിലും എന്നോടൊപ്പവും നിന്ന IUF-ലെ എന്റെ സഹപ്രവർത്തകർ തന്നെയാണ്. സാറേ, ഇവൻ നമ്മുടെ വീഴ്പിട്ട് അലക്കോ ഇവിടെ. ഈ നാടിനെയും നാട്ടുകാരെയും എന്നോ ഉപേക്ഷിച്ചു പോയ ആരുടെയോ ആജ്ഞകൾക്കനുസരിച്ചല്ല ഒരു സംസ്ഥാനം ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം പ്രവർത്തിക്കുന്നത്. 5 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്ക് മുന്നിൽ ഞാനൊരു പ്രതിജ്ഞ എടുത്തു. അഴിമതിരഹിതമായ സ്വജനപക്ഷപാതം കാട്ടാത്ത ഒരു സർക്കാർ നിങ്ങൾക്ക് തരുമെന്ന്. നിർഭാഗ്യവശാൽ എനിക്കോ IUF-നോ അത് സാധിച്ചിട്ടില്ല. ആ പ്രതിജ്ഞ നിറവേറ്റാൻ അച്ഛന്റെ സ്മൃതി ദിനത്തിൽ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ഞാനൊരു തീരുമാനമെടുക്കുകയാണ്. ജതിൻ രാംദാസ് IUF വിടുന്നു. പകരം അച്ഛന്റെ മകനായി നിങ്ങളുടെ ഓരോരുത്തരുടെയും മകനും അനുജനും സുഹൃത്തുമായി നിലകൊള്ളാൻ ഇന്ന് ഞാൻ ഒരു പുതിയ പാർട്ടിക്ക് ജന്മം കൊടുക്കുകയാണ്. IUF PKR. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ IUF PKR ഒരു പുതിയ മുന്നണിയായി മത്സരിക്കും. PK രാംദാസിന്റെയും ഈ നാടിന്റെയും ആത്മാവും ആഗ്രഹങ്ങളും ഉൾക്കൊണ്ട് ഒരു പുതിയ സർക്കാർ നമ്മൾ രൂപീകരിക്കും. ഇന്ന് കേരളം രാഷ്ട്രീയമായി ഒറ്റപ്പെട്ട ഒരു തുരുത്താണ്. ഈ രാജ്യത്തിന്റെ പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പിൽ ഒരു പ്രാധാന്യവുമില്ലാത്ത, ആർക്കും വേണ്ടാത്ത ഒരു ചെറിയ സംസ്ഥാനം. എന്നാൽ കേരളത്തിലെ പഴകിയ മുന്നണികളെ പോലെ ഈ സംരംഭത്തിൽ മുന്നോട്ടുള്ള യാത്രയിൽ IUF PKR ഒറ്റയ്ക്കായിരിക്കില്ല. Who is coming? ഈ പ്രസ്ഥാനത്തിന്റെ കൈപിടിച്ച് നടക്കാൻ, ഈ നാടിന്റെ വഴികാട്ടിയായി നമ്മെ നയിക്കാൻ നമുക്കൊപ്പം അണിചേരുന്ന എന്റെ സുഹൃത്തും ഗുരുതുല്യനുമായ വ്യക്തിയെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സുഹൃത്തുക്കളെ, ബാബ ബൽദേവ്. ശരി. Oh, he's the villain of the movie. His name was Balraj or Baldev. Why ASM? Akhanda Shakti Morcha.
Okay, so guys, जैसे कि हमने सेकंड सीन देख लिया है L2M पुरान मूवी का, which is looking quite fantastic, but why Jitin Ramdas quit his own party and formed a new party with that villain? And yeah, that we have to know in further scenes, but he really do not have to do this actually. Like he left the IUF and he formed a new party, IUF PKR. And then that ASM party flags also there. Is he from that ASM party? I don't know. That also we have to know from another, because like I don't know. Let's see what's there in further scenes. But yeah, movie is going so good, super fun, fantastic, and like everyone is shocked why he did this. And we also have to know that in further scenes why this is happening, why this happened, and what is happening and all. So I think yeah, that is it for this video. If you enjoyed this video, give it a thumbs up, subscribe my channel. I will see you super soon in the next part. Till then, bye bye.